ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. വിഷു പ്രമാണിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആരംഭിക്കും. മാർച്ച് മാസത്തേത് 25 മുതലും ഏപ്രിൽ മാസത്തേത് മാർച്ച് 31 മുതലും നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂട്ടി ആരംഭിക്കുന്നു. മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമ്പോൾ ഏപ്രിൽ മാസത്തേത് മാർച്ച് 31 മുതൽ ലഭ്യമാകും. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് നൽകുക. ഇതിൽ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നേരിട്ട് തുകയെത്തും. ശേഷിക്കുന്നവർക്ക് ബാങ്കുകൾ വഴി വീട്ടിലെത്തി തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്ക് ബന്ധപ്പെട്ട ബോർഡുകൾ വഴിയാണ് വിതരണം. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 51,534 കോടി രൂപ ക്ഷേമ പെൻഷനായി നൽകിയതായി സർക്കാർ വ്യക്തമാക്കി. UDF ഭരണകാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തി 2000 രൂപയായി വർദ്ധിപ്പിച്ചതായും സർക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ താപനില 36 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഉയർന്ന താപനിലയെ തുടർന്ന് മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് തുടങ്ങിയ ജില്ലകൾ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് രേഖപ്പെടുത്താൻ സാധ്യത. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള കാലാവസ്ഥയും കാരണം ജനങ്ങൾക്ക് ശക്തമായ അസ്വസ്ഥത അനുഭവപ്പെടാം. പ്രത്യേകിച്ച് മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മഴ ചൂടിൽ നിന്ന് ഭാഗിക ആശ്വാസം നൽകാനിടയുണ്ട്. ആരോഗ്യപരമായ മുൻകരുതലുകൾ അനിവാര്യമാണെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ നിർദ്ദേശങ്ങളിലുണ്ട്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. ഹൈലൈറ്റ് ഗ്രൂപ്പ് ഗവൺമെന്റ് സൈബർ പാർക്കിൽ 570 കോടിയുടെ നിക്ഷേപം നടത്തും. ഹൈലൈറ്റ് സൈബർ ടവർ, ഹൈലൈറ്റ് സൈബർ ഹബ്ബ് എന്നീ IT സമുച്ചയങ്ങളാണ് നിർമ്മിക്കുക. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, സൈബർ പാർക്ക് എന്നിവരുമായി ചേർന്നാണ് ഹൈലൈറ്റ് സൈബർ ടവർ, ഹൈലൈറ്റ് സൈബർ ഹബ്ബ് എന്നിവ നിർമ്മിക്കുന്നത്. ഹൈലൈറ്റ് സൈബർ ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. 1.56 ലക്ഷം ചതുരശ്രയടിയിൽ 70 കോടി രൂപ ചെലവിലാണ് ഹൈലൈറ്റ് സൈബർ ഹബ്ബ് നിർമ്മിക്കുന്നത്. ഇതിലൂടെ 2500 പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം ഹൈലൈറ്റ് സൈബർ ടവറിനുള്ള ഔദ്യോഗിക കരാറുകൾ കിഡ്ഫ്രയുമായി കൈമാറി. സൈബർ പാർക്കിനുള്ള 2.5 ഏക്കർ സ്ഥലത്താണ് 28 നിലകളുള്ള കൂറ്റൻ IT സമുച്ചയമായി ഹൈലൈറ്റ് സൈബർ ടവർ നിർമ്മിക്കുന്നത്. 9 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള സമുച്ചയത്തിന് 500 കോടി രൂപയാണ് ചെലവ്. ഇതിലൂടെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ബഹുരാഷ്ട്ര കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ ലാബുകൾ, ഗവേഷണ വികസന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകും. പുതിയ പദ്ധതികളിലൂടെ മലയാളി യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ IT അധിഷ്ഠിത ജോലികൾ ഒരുക്കാൻ കഴിയുമെന്നും ഹൈലൈറ്റ് ഗ്രൂപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. 11 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ ആകെ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച BJP. തിരുവനന്തപുരത്ത് കരമന ജയൻ തന്നെ സ്ഥാനാർത്ഥിയാകും. അടൂരിൽ പന്തളം പ്രതാപനും കോവളത്ത് TN സുരേഷുമാണ് സ്ഥാനാർത്ഥികൾ. നടൻ വിവേക് ഗോപൻ അരുവിക്കരയിൽ നിന്ന് ജനവിധി തേടും. മാവേലിക്കരയിൽ അജിമോനും പീരുമേട് V രതീഷും പുതുപ്പള്ളിയിൽ രവീന്ദ്രനാഥ് വാകത്താനവും സ്ഥാനാർത്ഥികളാകും. ചവറയിൽ KR രാജേഷ്, ചടയമംഗലത്ത് RS അരുൺരാജ്, ചിറയിൻകീഴ് BS അനൂപ്, നെയ്യാറ്റിൻകരയിൽ S രാജശേഖരൻ നായർ എന്നിവരാണ് മത്സരിക്കുക. ദളിത് കോൺഗ്രസ് നേതാവും മുൻ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന BS അനൂപ് BJPയിൽ ചേർന്നത് വെള്ളിയാഴ്ചയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന RS അരുൺരാജും ഇന്നലെയാണ് BJP പാളയത്തിലെത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയെ തുടർന്നാണ് ഇരുവരും കോൺഗ്രസ് വിട്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.